എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ഗട്ട്സ് ബേബി, രാമചന്ദ്ര തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു ഇരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഹൗസ്ഫുൾ 5 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഈ ചിത്രം ഇന്ന് യൂട്യൂബിൽ HD പ്രിൻ്റ് ലീക്കായിട്ട് വന്നിരിക്കുകയാണ്. ഹൗസ്ഫുൾ 5ൻ്റെ ഒഫീഷ്യൽ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ മാസം 18-നാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് അസ്ത്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ ഒരു ത്രില്ലർ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ജൂലൈ 18-നാണ് അസ്ത്ര സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ടർ ഫ്ലോപ്പായ സിനിമയാണ് കപ്പ്. ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്യു തോമസ്, അനിക, ബേസിൽ, നമിത പ്രമോദ് ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ് കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇപ്പോഴാണ് OTTയിൽ വരുന്നത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സിറ്റി ഗാങ്സ്റ്റേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ചിത്രം ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് നടികർ. സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായാലും OTTക്ക് നല്ല ഡിമാൻഡാണ്. ഇപ്പോൾ ഇതാ നടികർ സിനിമ സൈനാപ്ലയിൽ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ജൂലൈ 18-നാണ് നടികർ സിനിമയുടെ OTT റിലീസ്. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. ഒരു ആക്ഷൻ കോമഡി മൂവിയായിരുന്നു നടികർ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. അടുത്തൊരു അപ്ഡേറ്റ് മധുരം ജീവ മൃതബന്ധു എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ബേസിലാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഈ വീക്കിലാണ് മധുരം ജീവ മൃതബന്ധു എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നാദർശിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക്കൽ ആക്ഷൻ മൂവിയാണ്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 2023-ലാണ് ഈ സിനിമ റിലീസായത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോൾ ഇതാ കർണ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കിലായിരിക്കും സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററിൽ അത്യാവശ്യം നല്ല റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പെരുമാനി ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ലുക്മാൻ, സണ്ണി വെയിൻ അടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമാണ് പെരുമാനി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഉടനെ തന്നെ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് DNA സിനിമ നേടിയെടുത്തത്. ആസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് DNA സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് DNA സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ചെക്ക്മേറ്റ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ജൂലൈ മാസം ലാസ്റ്റ് വീക്കിൽ ആമസോൺ പ്രൈമിലാണ് റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗട്ട്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് ഗട്ട്സ് ബേബി നേടിയെടുത്തത്. ഉണ്ണി മുകുന്ദൻ, നിഖില വിമലാണ് ഗട്ട്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗട്ട്സ് ബേബി. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. മനോരമ മാക്സ് ആണ് ഗട്ട്സ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂലൈ മാസം 18-ന് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടിയാണ് സിനിമയിലെ നായകൻ. ഇതൊരു ആക്ഷൻ മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് ബസൂക്ക സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും OTTക്ക് ഡിമാൻഡ് ആയിരിക്കുകയാണ്. C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ഈ വീക്കിൽ സർപ്രൈസ് ആയിട്ട് ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ അപ്ഡേറ്റ് രാമചന്ദ്ര ബോസണക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി, മമിത ബൈജു അടക്കം ഒരുപാട് പേര് അഭിനയിച്ച സിനിമയാണ് രാമചന്ദ്ര. ഇതൊരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. 2023-ലാണ് രാമചന്ദ്ര റിലീസായത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് രാമചന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജൂലൈ മാസം ലാസ്റ്റ് വീക്കിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ
സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.